കേരളം മുൻപ് ഭരിച്ച ഒരു സർക്കാരിനും നേടാനാകാത്ത ഒരു സർവകാല റെക്കോർഡ് ഇനി രണ്ടാം പിണറായി സർക്കാരിന് സ്വന്തം. കേരളത്തിലെ പ്രതിപക്ഷത്തിന് എത്രമാത്രം ബഹുമാനവും പരിഗണനയുമാണ് ഇടതു സർക്കാർ നൽകുന്നത് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ റെക്കോർഡ്. ഒന്നാം കേരള നിയമസഭ മുതൽ 14ാം നിയമസഭ വരെ കഴിഞ്ഞ 6.5 പതിറ്റാണ്ടിൻ്റെ സഭാ ചരിത്രത്തിൽ ആകെ വെറും 30 ചട്ടം 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ ചർച്ചകൾ മാത്രമാണ് കേരള നിയമസഭയിൽ നടന്നതെങ്കിൽ 15ാം നിയമസഭയിൽ മാത്രം ഇടതുപക്ഷ സർക്കാർ അനുവദിച്ചത് ഇതുവരെ 14 പ്രതിപക്ഷ ആവശ്യപ്രകാരമുള്ള ചർച്ചകളാണ്. കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ റെക്കോർഡാണിത്. ചട്ടം 50 പ്രകാരമുള്ള ചർച്ച നടത്തുന്ന കാര്യത്തിൽ 15ാമത് കേരള നിയമസഭ ഒരു സർവകാല റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്നത്തേതുൾപ്പെടെ 14ാമത്തെ ചർച്ചയാണ് ഈ ചട്ടപ്രകാരം നടക്കുന്നത്. ഒന്നാം കേരള നിയമസഭ മുതൽ 14ാം കേരള നിയമസഭ വരെ ആകെ 30 ചർച്ചകൾ മാത്രമാണ് ഈ ചട്ടപ്രകാരം കേരള നിയമസഭയിൽ നടന്നത്. ഇതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതൊരു അപൂർവ നേട്ടമായി നമുക്ക് അഭിമാനിക്കാം. അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾക്ക് ഇത്രയധികം പരിഗണന നൽകിയ മറ്റൊരു സർക്കാർ കേരളം ഇതിനു മുമ്പ് ഭരിച്ചിട്ടില്ല എന്ന് തീർത്തു പറയാം. ഈ റെക്കോർഡിന് 2 കാരണങ്ങൾ. ഒന്ന്, പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ വിഷയങ്ങളിലും ഇടതു സർക്കാരിൻ്റെ കയ്യിൽ കൃത്യമായ മറുപടിയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാരിന് ചർച്ച അനുവദിക്കാനുള്ള ആത്മവിശ്വാസവുമുണ്ട്. 2, കേന്ദ്രത്തിലെ BJP സർക്കാരിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പ്രതിപക്ഷ പങ്കാളിത്തമുള്ള ഒരു ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നു. അതായത് പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ, DD സതീശനാണ് കേരള നിയമസഭാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ സഭയ്ക്കകത്ത് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ച പ്രതിപക്ഷ നേതാവ് എന്നർത്ഥം. അതൊക്കെ വെറും നനഞ്ഞ പടക്കമായി പോയതിന് നിങ്ങൾ എന്തിനാണ് സർക്കാരിനെ പഴിക്കുന്നത്?